രാമചരിതത്തിലെ 6ാമത്തെ പാട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. മകരകേതനനുടെ ചനകനായർ മകനായി വളരുമെങ്കൽ മറിമായൻ മണിമാർവിൽ ഇളകൊണ്ട അഖില ലോകങ്ങളിലും നിറഞ്ഞ് നിന്തരുളുവോർ അമല കോമള പയോജതനയെ. അരജനായി ജഗങ്ങളേഴുമുലയിക്കും ആ നിജാചരവരൻ ചിരങ്ങൾ പത്തുമന്നറുത്ത മനുവീരചരിതം പുകലും എന്നെ ഇന്ന് നോക്കി അരുൾ വാക്കുടയമേൽ പൊരുതു ചേലിടഞ്ഞിഴുണ്ടിന കടക്കൺ മുനയാൽ. അതായത് മകരകേതനൻ എന്ന് പറഞ്ഞാൽ മത്സ്യം കൊടിയടയാളമായിട്ടുള്ളവൻ. അതാരാണ്? അത് കാമദേവൻ. മകരകേതനൻ എന്ന് പറഞ്ഞാൽ മത്സ്യം കൊടിയടയാളം ആയിട്ടുള്ളവൻ കാമദേവൻ. ചനകൻ എന്ന് പറഞ്ഞാൽ ജനകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ. മകരകേതനനുടെ ചനകൻ കാമദേവൻ്റെ അച്ഛൻ. ആയർ മകൻ എന്ന് പറഞ്ഞാൽ ഗോപകുമാരൻ, അതായത് മഹാവിഷ്ണു. മകരകേതനനുടെ ജനകൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു. ആയർ മകനായി ഗോപകുമാരനായി വളരും എങ്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ് അർത്ഥം. മറിമായൻ മണിമാറിൽ ഇളകൊണ്ട്, അപ്രകാരമുള്ള ആ മഹാവിഷ്ണുവിൻ്റെ, അതായത് മകരകേതനനുടെ ജനകൻ ആയർ മകനായി വളർന്ന, അതായത് ഗോപകുമാരനായി മാറിയ മഹാവിഷ്ണുവിൻ്റെ മണിമാർവിൽ ഇളകൊണ്ട് അഖില ലോകങ്ങളിലും. മറിമായൻ മണിമാർവിൽ എന്ന് പറഞ്ഞാൽ ആ മഹാദേവൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ മാറിൽ ഇളകൊണ്ട്, മഹാവിഷ്ണുവിൻ്റെ മാറിൽ ഇളകൊള്ളുക, വിശ്രമിക്കുക. അതാരാണ്? സാക്ഷാൽ ലക്ഷ്മി ദേവി. മഹാവിഷ്ണുവിൻ്റെ മാറിൽ ഇളകൊണ്ട് അഖില ലോകങ്ങളിലും, അഖില ലോകം എല്ലാ ലോകങ്ങളിലും, അഖില ലോകങ്ങളിലും നിറഞ്ഞു നിന്തരുളുവോരു, എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അമല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ, കോമളം മനോഹരം. പയോജതനയെ പയസ് എന്ന് പറഞ്ഞാൽ വെള്ളം. പയോജം എന്ന് പറഞ്ഞാൽ പയസ്സിൽ നിന്നും ജനിക്കുന്നത്, അതായത് താമര. പയോജതനയെ താമരയുടെ പുത്രിയായിട്ടുള്ളവളെ, താമരയിൽ നിന്നും ജനിച്ചവളെ എന്നാണ് വാക്കിനർത്ഥം കേട്ടോ. പയോജതനയെ അതായത് പയസ്സിൽ നിന്നും ജനിക്കുന്നത് എന്നർത്ഥത്തിൽ താമരയ്ക്ക് പയോജം എന്ന് പര്യായമുണ്ട്. അതിൻ്റെ പുത്രി, താമരയിൽ നിന്നും ജനിച്ചവളെ അല്ലയോ ലക്ഷ്മി ദേവി. അതായത് മകരകേതനനുടെ ജനകൻ ആയർ മകനായി വളർന്ന ആ മഹാവിഷ്ണുവിൻ്റെ തന്നെ മാറിൽ ഇളകൊണ്ട് അഖില ലോകങ്ങളിലും നിറഞ്ഞു നിന്നരുളുന്ന അല്ലയോ ലക്ഷ്മി ദേവി. അരജൻ രാജാവായി. ജഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ജഗം എന്ന് പറഞ്ഞാൽ ലോകം. ജഗങ്ങൾ ഏഴു ലോകങ്ങളെയും ഉലയ്ക്കുന്ന ആ നിശാചരവരൻ, അതായത് ആരാ? നിശാചരൻ, നിശയിൽ ചരിക്കുന്നവൻ, അതായത് രാത്രീഞ്ചരൻ, നക്തഞ്ചരൻ, നിശാചരൻ എന്നൊക്കെ പറഞ്ഞാൽ രാക്ഷസൻ എന്നാണ് അർത്ഥം കേട്ടോ. ജഗങ്ങൾ ഏഴും ഉലയിക്കും ആ നിശാചരവരൻ രാക്ഷസരാജൻ്റെ ചിരങ്ങൾ ശിരസുകൾ. ശിരസ്സാണ് ഉദ്ദേശിക്കുന്ന തല. ശിരസ് 10 രാവണൻ്റെ തല 10 അറുത്ത രാവണൻ്റെ 10 തലയും അറുത്ത മനുവീരൻ. അതാരാണ്? സാക്ഷാൽ
ശ്രീരാമൻ. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ നിശാചരവരനായ രാവണൻ്റെ 10 തലയും അറുത്ത ആ ചരിത്രം പുകലും എന്നെ ഇന്ന് നോക്കിയരുൾ വാക്കുടയമേൽ പൊരുത്. പുകഴ്ത്തുവാൻ ആ ശ്രീരാമൻ്റെ കഥയെ പുകഴ്ത്തുവാനായി ശ്രമിക്കുന്ന എന്നെ നോക്കി അവിടുന്ന് അനുഗ്രഹിക്കണമേ. എങ്ങനെ? വാക്കുടയമേൽ പൊരുത്. ഒരു എന്താണ് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്ന് പഠിച്ചതുപോലെ തന്നെ വാക്കുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്ന് ചേലിടഞ്ഞിഴുന്തിന കടക്കൺമുനയാൽ. അതായത് ശ്രീരാമൻ്റെ ചരിതം പാടുവാനായി ശ്രമിക്കുന്ന എന്നിൽ വാക്കുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന് കഥ എഴുതുവാൻ അവിടുന്ന് കടക്കൺമുനയാൽ എന്ന് പറഞ്ഞാൽ നോട്ടം കൊണ്ട്, ലക്ഷ്മി ദേവിയുടെ കടക്കൺമുന ഏൽക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുക എന്നാണ് അർത്ഥം. അപ്പോൾ ലക്ഷ്മി ദേവി കടക്കൺമുന കൊണ്ട് നമ്മെ നോക്കി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ നോട്ടം നമ്മിലുണ്ട്, നമുക്ക് ഐശ്വര്യം ഉണ്ട് എന്നർത്ഥം. ഇവിടെ സാക്ഷാൽ ലക്ഷ്മി ദേവി എനിക്ക് അനുഗ്രഹവും തന്ന് എന്നോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമേ. അവിടുത്തെ കടക്കൺമുനയാലുള്ള നോട്ടം എൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞാലോ, ശ്രീരാമൻ്റെ ചരിതം എഴുതാൻ പോകുന്ന എന്നെ വാക്കുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി വന്നെഴുതുമാറ് അവിടുത്തെ അനുഗ്രഹം ചൊരിയണമേ എന്ന് അർത്ഥം. മകരകേതനനുടെ ചനകൻ ആയർ മകനായി വളരുമെങ്കൽ മറിമായൻ മണിമാറിൽ ഇളകൊണ്ട് അഖില ലോകങ്ങളിലും നിറഞ്ഞു നിന്തരുളുവോരമല കോമള പയോജ തനയേ. കാമദേവൻ കൊടിയടയാളമായിട്ടുള്ള മകരകേതനൻ എന്ന് പറഞ്ഞാൽ മത്സ്യം കൊടിയടയാളമായിട്ടുള്ള, അതായത് കാമദേവൻ്റെ ജനകനായ ഭഗവാൻ വിഷ്ണു ആയർ മകനായി വളർന്ന ആ ഭഗവാന്റെ മാറിൽ ഇളകൊള്ളുന്ന വിശ്രമിക്കുന്ന ലക്ഷ്മി ദേവിയുടെ കടക്കൺമുനയാൽ എനിക്ക് അനുഗ്രഹം നൽകണമേ. എനിക്ക് വാക്കുകൾ നാവിന്മേൽ ഒന്നിനു പിന്നാലെ ഒന്നായി വരണമേ. ഇപ്രകാരം ലക്ഷ്മി ദേവിയെ സ്തുതിക്കുകയാണ് 6ാമത്തെ ഈ പാട്ടിലൂടെ. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത പാട്ട് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം.